കുന്നംകുളത്ത് മൂന്നാം തവണയും CPM നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിലെത്തുമെന്ന് ജില്ലാ കമ്മിറ്റി അംഗവും തെരഞ്ഞെടുപ്പ് പാർട്ടി കമ്മിറ്റി സെക്രട്ടറിയുമായ MN സത്യൻ. കുന്നംകുളത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഭരണസമിതിയാണിത്. സീറ്റ് വിഭജനം സംബന്ധിച്ച് ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ ഏറെക്കുറെ പൂർത്തിയായി. നയിക്കാൻ ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഇത്തവണയും മത്സരരംഗത്ത് ഉള്ളതെന്നും MN സത്യൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ പൂർണ്ണമായ യോജിപ്പോടുകൂടി കുന്നംകുളം നഗരസഭയിൽ ഡിസംബർ 11 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളായ CPI, NCP, കേരള കോൺഗ്രസ് M തുടങ്ങിയ പാർട്ടികളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി സീറ്റ് വിഭജനത്തെ സംബന്ധിച്ച ഒരു അന്തിമ ധാരണയിൽ എത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. പൊതുവെ നഗരസഭാ ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മികച്ച ഭൂരിപക്ഷത്തോടുകൂടി ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് കുന്നംകുളം നഗരസഭയിൽ നിലനിൽക്കുന്നത്. അടുത്ത 5 വർഷം കുന്നംകുളത്ത് വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന പൊതുജന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വരൂപിച്ച് പ്രത്യേക മാനിഫെസ്റ്റോ തയ്യാറാക്കുമെന്നും ഇതുപ്രകാരമായിരിക്കും ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയെന്നും മുൻ ഏരിയ സെക്രട്ടറി കൂടിയായ MN സത്യൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. കുന്നംകുളത്തിൻ്റെ സാമൂഹ്യാവസ്ഥയുടെ കൃത്യമായ പരിച്ഛേദം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളുടെ പാനലിനെ സംബന്ധിച്ച് പരിശോധിക്കുന്ന ആർക്കും ബോധ്യപ്പെടാവുന്ന തരത്തിൽ വിദ്യാസമ്പന്നരും അനുഭവജ്ഞാനമുള്ളവരും പരിചയസമ്പന്നരും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടുന്ന ഒരു മികച്ച പാനലുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിക്കുന്നത്. കുന്നംകുളം നഗരസഭയിൽ ഏതെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂട്ടായി ആലോചിച്ച് മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ബഹുജനങ്ങളിൽ നിന്നും അടുത്ത 5 വർഷക്കാലത്തേക്ക് കുന്നംകുളം നഗരത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിർദ്ദേശപ്പെട്ടികൾ സ്ഥാപിച്ചുകൊണ്ട് അതിൽ നിന്ന് ലഭ്യമാകുന്ന നിർദ്ദേശങ്ങളെ കൂടി സ്വാംശീകരിച്ച് നഗരവികസനത്തിൻ്റെ കൃത്യമായ ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ സിനഡ് കുന്നംകുളം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം മുനിസിപ്പൽ പഴയ ബസ് സ്റ്റാൻഡിൽ വെച്ച് നടത്തുന്ന ഭാരത ക്രൈസ്തവീയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിന്റെ ഉദ്ദേശം. പ്രത്യേകിച്ച് ഭാരതത്തിലെ ക്രൈസ്തവ സഭകൾ നേരിടുന്ന വലിയ പ്രതിസന്ധികളുണ്ട്. കേരളത്തിൽ ഇല്ലെങ്കിൽ പോലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് സഭകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് ഭാരതത്തിലെ ക്രൈസ്തവ സഭകളും മിഷണറിമാരും ഈ ഭാരതത്തിൻ്റെ വളർച്ചയിലും നവോത്ഥാനത്തിലും പുരോഗതിയിലും നൽകിയിട്ടുള്ള സംഭാവനകളെ കുറിച്ച് പൊതുജനത്തെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഈ ഭാരത ക്രൈസ്തവീയത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇവിടെ സംസാരിക്കാൻ വരുന്നത് ഡോക്ടർ ബാബു കെ വർഗീസ് എന്ന് പറയുന്ന അദ്ദേഹം ഒരു പ്രസിദ്ധനായ ജേർണലിസ്റ്റാണ്. ഇംഗ്ലീഷ് ഡെയിലികളിൽ കോളം എഴുതുന്ന ആളാണ്. പ്രശസ്തനായ ഒരു റൈറ്ററാണ്, ഹിസ്റ്റോറിയനാണ്. അദ്ദേഹം ആണ് ഭാരതത്തിലെ ക്രൈസ്തവ മിഷണറിമാര് അല്ലെങ്കിൽ ക്രൈസ്തവ സഭകൾ ആധുനിക ഭാരതത്തിന്റെ വളർച്ചയിൽ എന്ത് സംഭാവനകളാണ് നൽകിയിട്ടുള്ളതെന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ തനതായ വാദ്യോപകരണമായ ചെണ്ടമേളവും ക്രിസ്തീയ സംഗീതവും ഒരുമിച്ച് യോജിപ്പിച്ചുകൊണ്ടുള്ളൊരു മ്യൂസിക്കൽ ഫ്യൂഷൻ പ്രോഗ്രാം കൂടെ ഉണ്ട്. അത് ട്രിവാൻഡ്രം ചെങ്കൽച്ചൂളയിൽ നിന്ന് വരുന്ന ബാൻഡ് ഓഫ് പെട്ടകം എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക്കൽ ടീമാണ് ആ മ്യൂസിക്കൽ പ്രോഗ്രാം നടത്തുന്നത്. അത് നമ്മുടെ കുന്നംകുളത്തിന് ഒരു പുതിയ അനുഭവമായിരിക്കും. കാരണം നമ്മൾ ചെണ്ടമേളം
കണ്ടിട്ടുണ്ട്. ചെണ്ടമേളം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മൾ. അത് അതിനോട് ചേർന്ന് ക്രിസ്തീയ സംഗീതവും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് അവർ നടത്തുന്ന ഒരു വലിയ മ്യൂസിക്കൽ ഫ്യൂഷനുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമ്മളൊരു റാലി 4 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് പൊതുസമ്മേളനത്തിന് മുമ്പ് മുനിസിപ്പൽ പരിസരത്ത് നിന്ന് ആരംഭിച്ചിട്ട് നമ്മൾ ഗുരുവായൂർ റോഡ് വഴി നഗരം ചുറ്റിയിട്ടത് നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക്, ഈ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കും. അതിനുശേഷമായിരിക്കും പൊതുസമ്മേളനം നടക്കുക. അത് ക്രിസ്തീയ ഐക്യതയുടെയും ഒരു വലിയ മഹാസംഗമമായിട്ടാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. താലൂക്ക് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ കാലഘട്ടം ഭാരതത്തിലെ ന്യൂനപക്ഷങ്ങളായ പെന്തക്കോസ്ത് വിഭാഗങ്ങൾ പ്രത്യേകിച്ച് ഭാരതത്തിലെ പരക്കെ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം രൂപം കൊള്ളുന്നതിന് ഇടയായത്. ഭാരതത്തിലെ പെന്തക്കോസ്ത് വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ സഹായം, ആരോഗ്യ നിയമസംരക്ഷണ മേഖലകളിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയാണ് യുണൈറ്റഡ് പെന്തക്കോസ്ത് സിനഡ് താലൂക്ക് അടിസ്ഥാനത്തിലും ജില്ലാടിസ്ഥാനത്തിലും സംസ്ഥാനങ്ങളുടെ ഹെഡിലും പ്രവർത്തനം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാസം പിറന്നതിന് ശേഷം 6-ലധികം അക്രമങ്ങളാണ് ഭാരതത്തിൽ ഞങ്ങളുടെ ചർച്ചുകൾക്കെതിരെ നടന്നിട്ടുള്ളത്. TPM എന്ന് പറയുന്ന സഭയുടെ ഒറീസയിലെ കട്ടക്ക് രാജ്പൂരിൽ നടന്ന ഒരു പ്രാർത്ഥനാ യോഗത്തിൽ സുവിശേഷ വിരോധികൾ കയറി അക്രമം അഴിച്ചിട്ടു. നാഗ്പൂരിലെ, ഛത്തീസ്ഗഡിലെ നാഗ്പൂരിൽ കോർബ സഭയിലെ ഭവന സന്ദർശനത്തിന് പോയ ഞങ്ങളുടെ പാസ്റ്ററെ, ഞങ്ങളുടെ ചർച്ചിലെ സഭയിലെ വിശ്വാസികളെ വിസിറ്റ് ചെയ്യാൻ പോയവരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. ഒറീസയിലെ ബാലേശ്വറിലെ IPC സഭയിലെ പാസ്റ്റർ സന്തോഷിനെ വഴിയിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു. 4-മത് ഛത്തീസ്ഗഡിലെ ഒരു സ്വതന്ത്ര പാസ്റ്റർ അദ്ദേഹത്തെ റോഡിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു, അദ്ദേഹത്തെ ഭാര്യയെയും. ഛത്തീസ്ഗഡിലെ ഒരു ചർച്ചിലെ ഗോമാംസം വെച്ചിട്ടുണ്ടെന്നുള്ള അപഖ്യാതി പരത്തി ആ ചർച്ചിൽ കയറി ബൈബിളുകൾ പിച്ചിക്കീറി ആ അക്രമം അഴിച്ചുവിട്ടു. ഇങ്ങനെ പലയിടങ്ങളിൽ ഞങ്ങൾ ഭാരതത്തിൽ പിറന്നവരാണ്, ഭാരതീയ സംസ്കൃതിയെ ഞങ്ങൾ സ്വീകരിച്ചവരാണ്. എങ്കിലും ഞങ്ങളുടെ വിശ്വാസ സംഹിത ഞങ്ങൾക്ക് ഉയർത്തിപ്പിടിക്കാനുള്ള അവകാശം ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. അതിനെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ ഈ പത്രസമ്മേളനത്തിൽ വലിയ ഒരു ദുഃഖം രേഖപ്പെടുത്തുകയും മർദ്ദിതരായവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവരുടെ വിമോചനത്തിന് വേണ്ടി ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ അവകാശങ്ങളും ഞങ്ങൾക്ക് ലഭ്യമാകണം എന്നുള്ളതാണ്. അങ്ങനെ മർദ്ദിക്കപ്പെടുന്നവർക്ക് സഹായഹസ്തങ്ങൾ നൽകുക എന്നുള്ളതാണ് UPSന്റെ പ്രധാനമായും ലക്ഷ്യം. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വീട് ഫേർണിഷ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനും അപ്പുറം ഒരുപാട് ഫേർണിച്ചേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് കാസിയോ ഹോം ഡെക്കോ. ഊഞ്ഞാലുകൾ, പ്രീമിയം ആൻഡ് നോർമൽ സോഫ സെറ്റുകൾ, വെറൈറ്റി കളക്ഷൻ ഓഫ് വുഡൻ ബെഞ്ച് ആൻഡ് വുഡൻ ചെയർസ്, ചാരു കസേര, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലുകളും അതിനിണങ്ങിയ നോർമൽ ആൻഡ് സ്പ്രിംഗ് ബെഡുകളും, കൂടാതെ ടീപ്പോയ്, അൽമാര, ഡ്രസ്സിംഗ് ടേബിൾ, ദിവാൻ കുട്ട്, പിന്നെ ഡൈനിങ് ടേബിളിന്റെയും അതിനോടൊപ്പമുള്ള ചെയറിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാസിയോ ഹോം ഡെക്കോ, കാലിക്കറ്റ്, പാറയമ്പാടം, കുന്നംകുളം. ഒറീസയിലും ഛത്തീസ്ഗഡിലുമാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഞങ്ങളുടെ അറിവിൽ. UPയിലും ഉണ്ട്, ഹരിയാനയിലുണ്ട്, പല വടക്ക് മിക്ക സംസ്ഥാനങ്ങളിലും അത് നടക്കുന്നു. അതിനിന്നും ഒരു അറുതി വന്നിട്ടില്ല. ഈ കാലഘട്ടത്തിൽ ഒരു തടസ്സവുമില്ല. എല്ലാവരും ഏകീകരണം എന്ന് പറഞ്ഞാൽ മറ്റു സഭകളുമായുള്ളത് അല്ലേ. ആരെങ്കിലും മുൻകൈ എടുക്കുകയാണെങ്കിൽ അതുമായി സഹകരിച്ചു പോകാൻ ഞങ്ങൾ തയ്യാറാണ്. അല്ല, ഞങ്ങള് ഭാരത ക്രൈസ്തവീയം എന്ന് പറഞ്ഞ ഭാരതം എന്ന് പറയുന്ന സത്യത്തിൽ ഇന്ത്യയുടെ പ്രാചീന നാമമാണ്. അതിനെ ഏതെങ്കിലും ഒരു സംഘടനകൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് പറയുന്നത് കൊണ്ട് നമ്മളത് ഉപയോഗിക്കരുത് എന്നില്ലല്ലോ. കാരണം നമ്മുടെ തനതായ ഭാരതീയ സംസ്കാരം എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. ഇന്ത്യൻ സംസ്കാരം എന്നല്ല പറയും നമ്മൾ, ഭാരതീയ സംസ്കാരം. ആ രീതിയിലാണ് ഭാരത ക്രൈസ്തവീയം എന്ന് വെച്ചിരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും സംഘടനകളെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ നിലപാടുകളെ പിന്തുണച്ചുകൊണ്ടോ അല്ല.
അല്ല, ജോസ് ചോദിച്ചൊരു പോയിന്റ് ഉണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇന്ത്യൻ എന്ന് പറയാൻ കഴിയാതെ ഭാരതീയ സംസ്കാരം, പൗരാണിക സംസ്കാരം, എന്തിനെയോ ഭയപ്പെട്ട് കീഴ്പ്പെട്ട് പ്രവർത്തിക്കാനുള്ള വിധേയത്വത്തിന്റെ സൂചനകളാണ് നിങ്ങൾ ഈ പറയുന്ന വാക്കുകളൊക്കെ. അല്ല, അതല്ല, അങ്ങനല്ല ഇത് അത് മനസ്സിലായി. യഥാർത്ഥമായിട്ടുള്ള വഴിയെന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ ഹിന്ദി ഭാഷ പോലും ഭാരത ക്രൈസ്തവ മിഷണറിമാരുടെ സംഭാവന ലിപികളിൽ പോലും ഉണ്ട് എന്ന് പറഞ്ഞ സംസ്കാരത്തിന്റെ വിവിധ തലങ്ങളിൽ ഭാരതത്തിലെ ക്രൈസ്തവ മിഷണറിമാർ നൽകിയ സംഭാവനകളെ തമസ്കരിക്കപ്പെടുമ്പോൾ അതങ്ങനെയല്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ഭാരതീയ സംസ്കൃതിയോട് ഇടചേർന്നുകൊണ്ട് തന്നെയാണ് ഈ പ്രോഗ്രാം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അല്ല, അതിന് ഭാരതം എന്ന് പറയുന്നതാണ് മലയാള ശൈലിയിൽ നമ്മൾ ഉപയോഗിക്കുക. അപ്പം പലതരത്തിലുള്ള പത്രസമ്മേളനങ്ങളിൽ ഇവിടെ വരാൻ ഇന്ത്യൻ പെന്തക്കോസ്ത് അങ്ങനെ ഇന്ത്യൻ വാക്കുകളാണ് കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും. നമുക്കറിയില്ല, പക്ഷെ നിങ്ങൾ മാത്രമേ ഒരു ഭാരതീയ സങ്കല്പത്തിലേക്കും പൗരാണിക അതിനകത്തൊരു കാരണം, അതിനകത്തൊരു പ്രധാനപ്പെട്ട റീസൺ, ഭാരത ക്രൈസ്തവ്യം എന്ന പേര് കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ക്രിസ്ത്യാനികൾ ഇന്ത്യൻസ് അല്ല, ഭാരതീയരല്ല, ഇവര് വിദേശത്തുനിന്ന് വന്ന ആളുകളാണ്, ഇവര് നമ്മുടെ ഭാരത സംസ്കാരത്തിന്റെ ഭാഗമല്ല എന്നുള്ള ഒരു വെല്ലുവിളി നടത്തുന്നത് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. നമ്മൾ വിദേശികളാണെന്നുള്ളൊരു ധാരണ പരതാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ആ ധാരണയ്ക്ക് വിപരീതമായിട്ട് അല്ല, ഞങ്ങൾ റിയൽ ആയിട്ടും ഭാരതീയരാണ് എന്ന് പറയണമെങ്കിൽ ഞങ്ങൾക്ക് ഇന്ത്യൻ ആണെന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് ഭാരതമാണ്, ഭാരതീയരാണ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇപ്പോൾ ഇവർ ഭാരതം എന്ന് പറയുന്ന വാക്കുകൾ ചില സംഘടനകൾ എടുത്തു പറയുന്നുണ്ടെങ്കിലും ക്രിസ്തീയ പുസ്തകങ്ങളൊക്കെ പഴയ കാലത്ത് എഴുതിയിരിക്കുന്ന ക്രിസ്തീയ പുസ്തകങ്ങൾ, ചരിത്ര പുസ്തകങ്ങളിലൊക്കെ ഭാരതീയം തന്നെ ഉപയോഗിക്കുന്നത്. ഭാരതീയ മതസങ്കല്പങ്ങളെ കുറിച്ച് ക്രിസ്തീയ മിഷണറിമാർ എഴുതിയ പുസ്തകങ്ങളുണ്ട്. അവർ ആ ഭാരതീയ മതസങ്കല്പങ്ങളും തന്നെയാണ് എഴുതുന്നത്. ഇപ്പൊ ചില ആളുകൾ ആ ഭാരതം എന്ന് പറയുന്ന തങ്ങളുടേതാക്കാൻ, അതായത് പല സംസ്കാരങ്ങളും പല കണ്ടുപിടുത്തങ്ങളും പല വ്യക്തികളും അവരുടേതാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഈ ഭാരതം എന്ന് പറയുന്ന പേര് അവരുടേതാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് അത് വിട്ടുകൊടുക്കുന്നത്? ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ജാതിയുടെയോ സംസ്കാരത്തിന്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെയോ പേരല്ല, സ്വന്തമല്ല ഭാരതം. നമ്മളത് അവർക്ക് വിട്ടുകൊടുക്കുന്നത് എന്തിനാണെന്ന് എന്റെ ചോദ്യം ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ പീഡനം നടക്കുന്ന എവിടെയാണ്? രണ്ട് രീതിയിലാണ് നമ്മുടെ രാജ്യത്തിൽ നടക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങളാണ് യുപിയും ഛത്തീസ്ഗഡും. അതിൽ ഛത്തീസ്ഗഡില് സത്യത്തില് ഞാൻ നേരിട്ട് പോയിട്ടുള്ള സ്ഥലങ്ങളാണ്, ഇവിടെ എല്ലാം പോകുന്ന സ്ഥലങ്ങളാണ്. ഛത്തീസ്ഗഡിൽ സത്യത്തില് ഉപദ്രവമാണ്, നിയമ നടപടികളെക്കാളും കൂടുതൽ സഭകളിൽ കയറി ആക്രമിക്കുന്ന സ്വഭാവമാണ് ഈ ഗ്രൂപ്പുകൾ ഛത്തീസ്ഗഡിൽ കാണുന്നത്. പക്ഷെ യുപിയിൽ കൂടുതലും വരുന്നത് നിയമ നടപടികൾ. നമ്മള് സർക്കാരിന്റെ നേതൃത്വത്തിലല്ല, അവിടുത്തെ സംഘപരിവാർ സംഘടനകളുണ്ട്. അത് കൂടുതലും നടക്കുന്ന ബജരംഗ് ദളാണ്. പേര് പറയാൻ നമുക്ക് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. ബജരംഗ് ദളിന്റെ പേരിലാണ് അവിടെ കൂടുതലും ആക്രമണങ്ങൾ നടക്കുന്നത്. അവര് ചെയ്യുന്നത് ഛത്തീസ്ഗഡിൽ പീഡിപ്പിക്കുകയാണ്, അടിക്കുക, ഉപദ്രവിക്കുക, നിയമ നടപടികളെക്കാളും അതിനുശേഷമാണ് നമുക്കറിയാം പോലീസ് വരുന്നത്. ഇപ്പൊ നമ്മള് കന്യാസ്ത്രീകളുടെ വിഷയത്തിലൊക്കെ നമ്മൾ കണ്ടത് അങ്ങനെയാണ്. അതേസമയം യുപിയിൽ നടക്കുന്നത് ആക്രമണങ്ങളെക്കാളും കൂടുതൽ നിയമ നടപടികളാണ്. അപ്പൊ അത് സർക്കാർ സ്പോൺസേഡ് ആണല്ലോ. നിയമ നടപടികൾ വരുമ്പോൾ പോലീസ് വരുന്നു, ഇല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ കേസുകൾ എടുക്കുന്നു. ഇപ്പൊ തന്നെ പാസ്റ്റർ പറഞ്ഞു, നാഷണൽ സെക്രട്ടറി പറഞ്ഞതുപോലെ ഒരു ചർച്ചിനകത്ത് ഗോമാംസം വെച്ചു എന്ന് പറഞ്ഞ് ആ ചർച്ചിനകത്ത് ആക്രമണം നടത്തുക. നമുക്ക് എല്ലാവർക്കും പൊതുവിൽ അറിയാവുന്ന ഒരു കാര്യം, ഒരു ചർച്ചിനകത്ത് ഒരിക്കലും ഗോമാംസം വെക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്ന ഒരു പരിപാടിയൊന്നും പള്ളികളുടെ അകത്ത് നടക്കാറില്ല. പക്ഷെ ആ ചർച്ചിനകത്ത് അത് വെച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആക്രമണം നടക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതില് ഞങ്ങൾ ഭാരതീയരാണ് എന്നും ഞങ്ങൾ ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും ഞങ്ങൾ ഇവിടുത്തെ ജനത്തിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്ന ഒരാളുകളല്ല. ഞങ്ങൾ ഈ ഭാരത സംസ്കാരത്തെ ഇഷ്ടപ്പെടുകയും അതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുകയും, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, പ്രൗഡ് ടു ബി ഇന്ത്യൻ ക്രിസ്ത്യൻ. അതാണ് ഞങ്ങൾ എപ്പോഴും ഭാരതീയ ക്രിസ്ത്യാനികളായിരിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നവരും അഭിമാനത്തോടെ ഇരിക്കുന്നവരും. ഞങ്ങൾ ഒരിക്കലും വേറൊരു രാജ്യത്തിന്റെ ചാരന്മാരോ വേറൊരു രാജ്യം നന്മ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. ഞങ്ങൾ എപ്പോഴും ക്രൈസ്തവ സംസ്കാരം എന്ന് പറയുന്നത് തന്നെ അതത് ദേശങ്ങളിലുള്ള ആളുകളുടെ ഭരണത്തിന്റെ കീഴിലും ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ അധികാരികൾക്ക് നിങ്ങൾ കീഴടങ്ങിയിരിക്കുക. ഇതാണ് ഞങ്ങൾ എപ്പോഴും പിന്തുടർന്നിട്ടുള്ള കാര്യം. അതാത് ദേശത്തിലെ ഭരണാധികാരികൾ കീഴടങ്ങിയിരിക്കുകയും ആ രാജ്യത്തിന്റെ സംസ്കാരങ്ങൾ ഉൾക്കൊണ്ട് അപ്പോൾ തന്നെ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ തനതായ ശൈലി
പിന്തുടരുകയും ചെയ്യുന്നതാണ് ക്രൈസ്തവ പാരമ്പര്യം എന്ന് പറയുന്നത്. വിശ്വാസത്തിന് ഒരു തനതായ ശൈലിയുണ്ട്, അത് പിന്തുടരുന്നു. പക്ഷെ നമ്മൾ വേറൊരാളെ ആക്രമിക്കാനോ മറ്റൊരു മതത്തെ ആക്രമിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ പറയാറോ ചെയ്യാറോ ഇല്ല. പെരുന്നാളിന്റെയും പൂരങ്ങളുടെയും നാടായ പഴഞ്ഞിയുടെ ഗ്രാമഭംഗിയിലേക്ക് ആധുനികതയുടെ സൗന്ദര്യവുമായി മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. ആഘോഷങ്ങളെ മറക്കാത്ത ഓർമ്മകളാക്കാൻ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തുചേരാൻ ആധുനികമായ ദൃശ്യ ശബ്ദ സംവിധാനങ്ങളോടെ വിശാലമായ AC ബാങ്ക്വറ്റ് ഹാൾ. വിശ്രമിക്കാനും ഒരുങ്ങുവാനും ഫീഡിംഗ് സൗകര്യങ്ങൾക്കും മറ്റുമായി സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സൗകര്യം. രാത്രികളിലെ ഓപ്പൺ എയർ ആഘോഷങ്ങൾ കെങ്കേമമാക്കാൻ അതിമനോഹരമായ റൂഫ് ഗാർഡൻ, വിശാലമായ കാർ പാർക്കിംഗ്, ബാപ്റ്റിസം, ബെട്രതൽ സെറമണി, മെഹന്തി, ഹൽദി, ഇന്റിമേറ്റ് വെഡ്ഡിംഗ് ഫംഗ്ഷനുകൾ, കുടുംബസംഗമം, ബർത്ത്ഡേ പാർട്ടികൾ, ഗ്രൂം ടു ബി, ബ്രൈഡ് ടു ബി ആഘോഷങ്ങൾക്കും ബിസിനസ് മീറ്റിംഗുകൾക്കും ഏറ്റവും അനുയോജ്യം. മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. സെലിബ്രേറ്റ് വിത്ത് എലഗൻസ്. പന്നിത്തടം അക്കിക്കാവ് ബൈപ്പാസിൽ കാർ നിയന്ത്രണം വിട്ടിടിച്ച് അപകടം. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചെറുമനങ്ങാട് പറങ്കിയൻകാടിനടുത്ത് ഇന്ന് രാവിലെ 6:30യോടെയാണ് അപകടം. എടപ്പാൾ സ്വദേശികൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയി വരുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ഉറക്കത്തിൽപ്പെട്ടതാണ് അപകട കാരണമെന്ന് പറയുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശവും വൈദ്യുതി പോസ്റ്റും പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ആർക്കും അപകടത്തിൽ പരിക്കുകളില്ല. ഗുരുവായൂര് ക്ഷേത്രത്തിൽ വരുന്ന ഭക്തരെ സംബന്ധിച്ച് ഒരു ബാധിക്കുന്ന, അല്ലെങ്കിൽ ഗുരുവായൂരിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഭക്തരുടെ ഒരു പ്രശ്നമായിട്ട് കഴിഞ്ഞ ദിവസം പല ആളുകളും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു വിഷയമാണ് ഇന്ന് സൂചിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ബോട്ടിൽ വെള്ളം 10 രൂപയ്ക്ക് കിട്ടുന്ന ഈ നാട്ടിൽ ഇന്ന് മൂത്രമൊഴിക്കാൻ സത്യത്തിൽ 10 രൂപ വാങ്ങിക്കുകയാണ് ഗുരുവായൂരിൽ. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഡോർമെട്രിയിൽ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിനോട് ചേർന്നിട്ട് ഒരു പക്ഷെ കാണാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 10 രൂപയാണ് യൂറിൻ പാസ് ചെയ്യുന്നതിന് വേണ്ടി വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ പടിഞ്ഞാറ് നടയിൽ സ്ഥിതി ചെയ്യുന്ന അമ്യൂണിറ്റി സെന്ററിൽ 10 രൂപ. അതായത് മനുഷ്യന്റെ പ്രാഥമികമായി ഒന്ന് യൂറിൻ പാസ് ചെയ്യുക, മൂത്രമൊഴിക്കുക എന്ന് പറയുന്ന ഒരു പ്രാഥമിക കാര്യം നിർവഹിക്കുന്നതിന് 10 രൂപ ഈടാക്കുന്നു. സത്യത്തിന് ഭക്തർക്ക് സൗജന്യമായി പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് സൗകര്യം ചെയ്തു കൊടുക്കേണ്ട ഗുരുവായൂർ നഗരസഭയും ഗുരുവായൂർ ദേവസ്വവും ചേർന്ന് ഭക്തരെ സത്യത്തിൽ കൊള്ളയടിക്കുകയാണ്. കാരണം ഇത് വളരെ വളരെ നാണക്കേടാണ്. കാരണം ഭക്തര് ഇവിടെ ഗുരുവായൂരില് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ഭക്തർ വരുന്ന ഈ ഗുരുഭവനപുരിയിൽ ഭക്തർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട നഗരസഭയും ദേവസ്വവും അവർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരു പിടിച്ചുപറി വളരെ നാണക്കേടാണ്. കാരണം ഇത്തരത്തിലൊരു യൂറിൻ പാസ് ചെയ്യാൻ വളരെ മോശം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയാ, വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് ഞങ്ങൾ നാളെ തന്നെ ഗുരുവായൂർ ദേവസ്വത്തിനും ഗുരുവായൂർ നഗരസഭയ്ക്കും BJP പരാതി കൈമാറും. ഭക്തരെ ഇത്തരത്തിൽ കൊള്ളയടിക്കുന്ന ഇങ്ങനെ അതപ്പതിക്കരുത്. ഗുരുവായൂർ ദേവസ്വവും ഗുരുവായൂർ നഗരസഭയും ഇത്തരത്തിൽ അതപ്പതിക്കരുത്. കാരണം ഭക്തരെ എന്ന് പറയുന്നത് വളരെ വളരെ കേൾക്കുമ്പോൾ തന്നെ വളരെ മോശമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത്തരം ഭക്തരെ ചൂഷണം ചെയ്യുന്ന നടപടിയിൽ നിന്ന് ഇവിടത്തെ CPM-ന്റെ നേതൃത്വത്തിലുള്ള ഗുരുവായൂർ നഗരസഭയും ഗുരുവായൂർ ദേവസ്വവും ഇതിൽ നിന്ന് പിന്മാറുക തന്നെ വേണം. അക്കിക്കാവ് മാർ ഒസ്താത്യോസ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോളേജിലെ 2024-26 വർഷത്തെ ബാച്ചിന്റെ സ്പോർട്സ് ഡേ സംഘടിപ്പിച്ചു. കോളേജ് ഗ്രൗണ്ടിൽ നടന്ന സ്പോർട്സ് ഡേ തവനൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ CJ VV ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് PI അധ്യക്ഷത വഹിച്ചു. കോളേജ് ചെയർമാൻ ജെറി ജോൺ, അധ്യാപകൻ ബെഞ്ചമിൻ C. ഇട്ടൂപ്പ്, ജനറൽ സെക്രട്ടറി മൃദുല തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്പോർട്സിന് കോളേജ് കായികാധ്യാപകൻ ആനന്ദ്, ജനറൽ ക്യാപ്റ്റൻ ദീപക് മോഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ ഇനം കായിക മത്സരങ്ങൾ അരങ്ങേറി. പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി പ്രഖ്യാപനം തന്നെ ഉണ്ടാവും. ഭാഗമായിട്ട് പോലീസിൻ്റെ ഒരു
കാലം കോവിൽ പഞ്ചായത്ത് CPM ഭരിക്കുകയാണ്. അതിന് പല വാർഡുകളിലും പല എന്താ പറയുക അവകാശങ്ങളും ജനങ്ങൾക്ക് തുറക്കാൻ പറ്റാത്ത സ്ഥിതികളുണ്ട്. അപ്പോൾ അതിനെതിരെയും ഇടതുപക്ഷ സർക്കാരിൻ്റെ ഉണ്ടായി സർക്കാരിനെതിരെയുള്ളൊരു പോരാട്ടമായി അത് നോക്കിക്കാണുകയാണ്. ചൊവ്വൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ചൊവ്വൂർ ഡിവിഷനിൽ GS മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശിക്കുകയും മത്സരിക്കുകയും ഉണ്ടാവും. പോലീസിൻ്റെ ഭീകരതയ്ക്കെതിരെ കുന്നംകുളത്തെ പോലീസ് നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ ഭയങ്കര ഗുണ്ടായുസത്തിനെതിരെയായിട്ടുള്ള എല്ലാ യുവജനങ്ങളുടെയും എല്ലാ ആൾക്കാരുടെയും പ്രതിനിധികളാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ നാട്ടിലെ എല്ലാവിധ ജനങ്ങളുടെ രാഷ്ട്രീയ മണ്ഡലം ജനപിന്തുണയും കുഴിക്കണമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പോരാട്ടം വിജയത്തിലേക്ക് തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. IT പ്രോഡക്ട്സും വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിൽ നിന്നും വിശ്വസിച്ച് വാങ്ങാവുന്നതാണ്. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ലോക ദയാ ദിനം ആചരിച്ചു. ഒത്തൊരുമയുള്ളതും കരുതലുള്ളതുമായ ലോകം സൃഷ്ടിക്കാൻ വിദ്യാർത്ഥികളിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാന മൂല്യം ദയയാണെന്ന സന്ദേശം പകർന്നു നൽകാൻ ഈ ദിനാചരണം സഹായകമാകുമെന്ന് ദയാദിന സന്ദേശത്തിൽ പ്രിൻസിപ്പൽ ഷേബ ജോർജ് പറഞ്ഞു. 1ാം ക്ലാസ് വിദ്യാർത്ഥികൾ ദയയാണ് മനുഷ്യരാശിയുടെ മഹത്വം എന്ന ആശയം ഉൾക്കൊള്ളുന്ന പ്രസംഗം, പാട്ട്, ഡാൻസ് എന്നിവ അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, അധ്യാപകരായ CN സാവിത്രി, PS മേഘന, UV ജാലി, CL ലിഷ, VA നിത്യ എന്നിവർ നേതൃത്വം നൽകി. ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ ചാച്ചാജിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ശിശുദിനം പ്രൗഢഗംഭീരമായി സംഘടിപ്പിച്ചു. ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ചെറുപുഷ്പം ശിശുദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ശിശുരോഗ വിഭാഗം ഡോക്ടർ സിസ്റ്റർ ജൂഡിറ്റ് അധ്യക്ഷയായി. ശിശുരോഗ വിഭാഗം ഡോക്ടർ അഭിഷേക് ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് ഇൻചാർജ് സിസ്റ്റർ സിസി ക്ലയർ, ക്വാളിറ്റി മാനേജർ നിഷ രമേശ് എന്നിവർ സംസാരിച്ചു. കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടിയെ ആകർഷണീയമായി. പരിപാടികൾക്ക് പീഡിയാട്രിക് വാർഡിലെ സ്റ്റാഫ് നേതൃത്വം നൽകി. കലാപരിപാടികൾ അവതരിപ്പിച്ചവർക്ക് സമ്മാനദാനം നടത്തി. ഡോക്ടേഴ്സ്, സിസ്റ്റേഴ്സ്, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, നഴ്സിംഗ് സ്റ്റുഡൻസ് എന്നിവർ ആഘോഷത്തിന്റെ ഭാഗമായി. പാര വെഡ്ഡിംഗ് കമ്പനി വിവാഹം, ജന്മദിനാഘോഷം, സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം, പ്രീ വെഡ്ഡിംഗ് തുടങ്ങി നിങ്ങളുടെ മനോഹരമായ നിമിഷങ്ങൾ ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി കളർഫുള്ളാക്കാൻ പാര വെഡ്ഡിംഗ് കമ്പനിയെ സമീപിക്കാം. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ ലാമിനേഷൻ, ലൈവ് സ്ട്രീമിംഗ്, ഫോട്ടോ പ്രിന്റിംഗ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. ഗുരുവായൂർ ഏകാദശി വിളക്കിന്റെ ഭാഗമായി നിറശോഭ പകർന്ന ലക്ഷദീപം വിളക്ക്. ഗുരുവായൂർ ഏകാദശി വിളക്കിന്റെ ഭാഗമായി അയ്യപ്പ ഭജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ലക്ഷദീപ വിളക്കാഘോഷം നടത്തി. ദീപാരാധന സന്ധ്യാവേളയിൽ ക്ഷേത്ര പരിസരം ചിരാതിനാലും വിളക്കുകളാലും നിറശോഭയിൽ തിളങ്ങി. ക്ഷേത്രത്തിൽ കാഴ്ച ശീവേലിക്ക് ഗുരുവായൂർ ശശിമാരാരുടെ നേതൃത്വത്തിൽ മേളം, വൈകിട്ട് കേളി, വിളക്ക്, എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ഗുരുവായൂർ മുരളിയുടെ നേതൃത്വത്തിൽ ഇടയ്ക്ക നാഗസ്വര പ്രദക്ഷിണം, പ്രത്യേക നെയ്വിളക്ക്, നിറമാല, ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായി. ഭാരവാഹികളായ GK പ്രകാശൻ, M രാധാകൃഷ്ണൻ, K ദിവാകരൻ, പ്രഭാകരൻ മണ്ണൂർ, ബാലൻ വാർനാട്ട്, E രാജു, ദിനേശ് കോഴിക്കുളങ്ങര, ശശി അകമ്പടി, മോഹന ചിത്ര, MP ശങ്കരനാരായണൻ, രാമകൃഷ്ണൻ ഇളയത്, ശിവൻ കണിച്ചാടത്ത്, പ്രേമ വിശ്വനാഥൻ, അർച്ചന രമേശ് എന്നിവർ നേതൃത്വം നൽകി. കൂറ്റനാട് സെന്ററിൽ ഗതാഗതക്കുരുക്കിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ പിന്നിൽ
അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് ഇടിച്ചു കയറി അപകടം. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. വഴിക്കടവിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് പെരിങ്ങോട് സ്വദേശിയും റിട്ടയർഡ് അധ്യാപകനും കൂറ്റനാട് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റുമായ സി മൂസയുടെ കാറിന് പുറകിൽ ഇടിച്ചു കയറിയത്. അപകടത്തിൽ കാറിന്റെ പിൻവശം പൂർണ്ണമായും തകർന്നു. അപകടത്തെ തുടർന്ന് കൂറ്റനാട് സെന്ററിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. അല്ല, നിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്താ പ്ലാൻ? പ്ലാന് എനിക്ക് കൊമേഴ്സ് ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ എവിടെ ഏത് കോഴ്സ് എടുക്കണം അതിനെ കുറിച്ചുള്ള ഐഡിയ ഒന്നുമില്ല. ഓ, ഫ്യൂച്ചർ കൊമേഴ്സ് ഫീൽഡിലാക്കാനാണോ പ്ലാൻ? പക്ഷെ വെറും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിച്ചോണ്ട് കാര്യമുണ്ടോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? പിന്നെ എല്ലാരും എങ്ങനെ പഠിക്കുന്നേ? ഇപ്പൊ എല്ലാരും കരിയർ ഓറിയന്റഡ് കോഴ്സാ പഠിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിൽ ഒരു 1 ഇയർ റെസിഡൻഷ്യൽ പ്രോഗ്രാം ചെയ്യേ. പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും ഉണ്ടാവും. റെസിഡൻഷ്യൽ പ്രോഗ്രാമോ? ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ. നീ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ. കേരളത്തിൽ തന്നെ ആദ്യത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണിത്. പിന്നെ മാത്രമല്ല, അക്കൗണ്ട് ഓഡിറ്റിംഗിലെല്ലാം 30 വർഷത്തെ എക്സ്പീരിയൻസും ഇവർക്കുണ്ട്. നിരവധി ബിസിനസ്സുകൾക്ക് കൺസൾട്ടിംഗ് നടത്തുന്ന സ്ഥാപനമാണ്. 1 വർഷത്തെ ക്ലാസ് കൊണ്ട് തന്നെ നിനക്ക് പ്രൊഫഷണൽ ആവാം. അക്കൗണ്ടിംഗ് പ്രാക്ടീസിലൂടെ നിനക്ക് ഈ GST, ടാലി, SAP പോലെയുള്ള ലീഡിംഗ് സോഫ്റ്റ്വെയർസ് കൈകാര്യം ചെയ്യുന്നതിൽ എക്സ്പീരിയൻസും പിന്നെ മോക്ക് ഇന്റർവ്യൂസ്, പ്രസന്റേഷൻസ്, ക്ലയന്റ് ഡീലിംഗ്സ് ഒക്കെ ചെയ്യുന്നതിലൂടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടുത്താനും കഴിയും. ഇതെല്ലാം അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? നിനക്ക് ഫ്യൂച്ചർ സെക്യൂർ ആക്കണമെന്നുണ്ടെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ അഡ്മിഷൻ എടുത്തോ. എന്റെ സ്കൂൾ എന്റെ അഭിമാനം. ചാലിശ്ശേരി GHSSന് കൈറ്റ് വിക്ടേഴ്സ് അംഗീകാരം സ്കൂളിന് അഭിമാനമായി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൈറ്റ് വിക്ടേഴ്സ് സംഘടിപ്പിച്ച പ്രത്യേക റീൽസ് മത്സരത്തിൽ സംസ്ഥാനത്തെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 100 സ്കൂളുകളിൽ ചാലിശ്ശേരിക്ക് അഭിമാനകരമായ നേട്ടം കൈവരിച്ചു. തൃത്താല ഉപജില്ലയിൽ അംഗീകാരം ലഭിച്ച ഏക സ്കൂൾ എന്ന ബഹുമതി സ്കൂളിനും ഗ്രാമത്തിനും ഇരട്ടി മധുരമായി. എന്റെ സ്കൂൾ എന്റെ അഭിമാനം എന്ന വിഷയവുമായി കുട്ടികൾ ചേർന്ന് തയ്യാറാക്കിയ 90 സെക്കൻഡ് ദൈർഘ്യമുള്ള റീൽസിൽ സ്കൂളിന്റെ വിവിധ പ്രവർത്തനങ്ങളെയും മികവുകളെയും മനോഹരമായി അവതരിപ്പിച്ചതിനാണ് അംഗീകാരം ലഭിച്ചത്. തൃത്താല ഉപജില്ലയിൽ നിന്ന് ഈ നേട്ടം നേടിയതിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ആഹ്ലാദത്തിലാണ്. സ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് അംഗങ്ങൾ, മറ്റ് സ്കൂൾ വിദ്യാർത്ഥികൾ, ലിറ്റിൽ കൈറ്റ്സ് മെന്റേഴ്സായ സന്തോഷ് ബാലകൃഷ്ണൻ, സ്മിത, കലാധ്യാപകനായ ബാഗീഷ് തുടങ്ങിയവർ ചേർന്നാണ് റീൽസിന്റെ രൂപകൽപ്പനയും ചിത്രീകരണവും നിർമ്മാണവും നിർവഹിച്ചത്. സ്കൂളിന്റെ സമഗ്ര വളർച്ചയുടെയും വിദ്യാർത്ഥികളുടെ സൃഷ്ടിപരമായ ചിന്തയുടെയും തെളിവാണ് ഈ അംഗീകാരം. പാലക്കാട് ജില്ലയിൽ ചാലിശ്ശേരി ഉൾപ്പെടെ ആകെ 6 സ്കൂളുകൾക്കാണ് വിജയികളായത്. എന്റെ സ്കൂൾ എന്റെ അഭിമാനം. ചാലിശ്ശേരി GHSSന് കൈറ്റ് വിക്ടേഴ്സ് അംഗീകാരം സ്കൂളിന് അഭിമാനമായി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൈറ്റ് വിക്ടേഴ്സ് സംഘടിപ്പിച്ച പ്രത്യേക റീൽസ് മത്സരത്തിൽ സംസ്ഥാനത്തെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 100 സ്കൂളുകളിൽ ചാലിശ്ശേരിക്ക് അഭിമാനകരമായ നേട്ടം കൈവരിച്ചു. തൃത്താല ഉപജില്ലയിൽ അംഗീകാരം ലഭിച്ച ഏക സ്കൂൾ എന്ന ബഹുമതി സ്കൂളിനും ഗ്രാമത്തിനും ഇരട്ടി മധുരമായി. എന്റെ സ്കൂൾ എന്റെ അഭിമാനം എന്ന വിഷയവുമായി കുട്ടികൾ ചേർന്ന് തയ്യാറാക്കിയ 90 സെക്കൻഡ് ദൈർഘ്യമുള്ള റീൽസിൽ സ്കൂളിന്റെ വിവിധ പ്രവർത്തനങ്ങളെയും മികവുകളെയും മനോഹരമായി അവതരിപ്പിച്ചതിനാണ് അംഗീകാരം ലഭിച്ചത്. തൃത്താല ഉപജില്ലയിൽ നിന്ന് ഈ നേട്ടം നേടിയതിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ആഹ്ലാദത്തിലാണ്. സ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് അംഗങ്ങൾ, മറ്റ് സ്കൂൾ വിദ്യാർത്ഥികൾ, ലിറ്റിൽ കൈറ്റ്സ് മെന്റേഴ്സായ സന്തോഷ് ബാലകൃഷ്ണൻ, സ്മിത, കലാധ്യാപകനായ ബാഗീഷ് തുടങ്ങിയവർ ചേർന്നാണ് റീൽസിന്റെ രൂപകൽപ്പനയും ചിത്രീകരണവും നിർമ്മാണവും നിർവഹിച്ചത്. സ്കൂളിന്റെ സമഗ്ര വളർച്ചയുടെയും വിദ്യാർത്ഥികളുടെ സൃഷ്ടിപരമായ ചിന്തയുടെയും തെളിവാണ് ഈ അംഗീകാരം. പാലക്കാട് ജില്ലയിൽ ചാലിശ്ശേരി ഉൾപ്പെടെ ആകെ 6 സ്കൂളുകൾക്കാണ് വിജയികളായത്. എന്റെ സ്കൂൾ എന്റെ അഭിമാനം. ചാലിശ്ശേരി GHSSന് കൈറ്റ് വിക്ടേഴ്സ് അംഗീകാരം സ്കൂളിന് അഭിമാനമായി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൈറ്റ് വിക്ടേഴ്സ് സംഘടിപ്പിച്ച പ്രത്യേക റീൽസ് മത്സരത്തിൽ സംസ്ഥാനത്തെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 100 സ്കൂളുകളിൽ ചാലിശ്ശേരിക്ക് അഭിമാനകരമായ നേട്ടം കൈവരിച്ചു. തൃത്താല ഉപജില്ലയിൽ അംഗീകാരം ലഭിച്ച ഏക സ്കൂൾ എന്ന ബഹുമതി സ്കൂളിനും ഗ്രാമത്തിനും ഇരട്ടി മധുരമായി. എന്റെ സ്കൂൾ എന്റെ അഭിമാനം എന്ന വിഷയവുമായി കുട്ടികൾ ചേർന്ന് തയ്യാറാക്കിയ 90 സെക്കൻഡ് ദൈർഘ്യമുള്ള റീൽസിൽ സ്കൂളിന്റെ വിവിധ പ്രവർത്തനങ്ങളെയും മികവുകളെയും മനോഹരമായി അവതരിപ്പിച്ചതിനാണ് അംഗീകാരം ലഭിച്ചത്.
തൃത്താല ഉപജില്ലയിൽ നിന്ന് ഈ നേട്ടം നേടിയതിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ആഹ്ലാദത്തിലാണ്. സ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് അംഗങ്ങൾ, മറ്റ് സ്കൂൾ വിദ്യാർത്ഥികൾ, ലിറ്റിൽ കൈറ്റ്സ് മെന്റേഴ്സായ സന്തോഷ് ബാലകൃഷ്ണൻ, സ്മിത, കലാധ്യാപകനായ ബാഗീഷ് തുടങ്ങിയവർ ചേർന്നാണ് റീൽസിന്റെ രൂപകൽപ്പനയും ചിത്രീകരണവും നിർമ്മാണവും നിർവഹിച്ചത്. സ്കൂളിന്റെ സമഗ്ര വളർച്ചയുടെയും വിദ്യാർത്ഥികളുടെ സൃഷ്ടിപരമായ ചിന്തയുടെയും തെളിവാണ് ഈ അംഗീകാരം. പാലക്കാട് ജില്ലയിൽ ചാലിശ്ശേരി ഉൾപ്പെടെ ആകെ 6 സ്കൂളുകൾക്കാണ് വിജയികളായത്.